നമ്മൾ പറയാറുണ്ട് ഇത് കേരളമാണ്, ഉത്തരേന്ത്യയല്ല എന്ന്. ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ വാർത്തകൾ യു.പിയിൽ നിന്നോ ബീഹാറിൽ നിന്നോ കേൾക്കുമ്പോൾ നമ്മൾ അഹങ്കരിച്ചിരുന്നു, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന്. എന്നാൽ പാലക്കാട് അട്ടപ്പള്ളത്ത് സംഭവിച്ചത് നമ്മുടെ ആ അഹങ്കാരത്തിന്റെ കൂടി അന്ത്യമാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് തൊഴിൽ തേടിയെത്തിയ രാമനാരായൺ ഭയ്യാർ എന്ന പാവം മനുഷ്യനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നപ്പോൾ മരിച്ചത് അയാൾ മാത്രമല്ല, കേരളത്തിന്റെ പ്രബുദ്ധത കൂടിയാണ്. ഇതൊരു സാധാരണ മരണമല്ല. ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടുമടുത്ത അതേ ആൾക്കൂട്ട നീതി കേരളത്തിലേക്കും കടന്നു വന്നിരിക്കുന്നു. പോലീസ് റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് ഞെട്ടിക്കുന്ന സത്യങ്ങളിലേക്കാണ്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ന്യൂനപക്ഷങ്ങളെയും ദലിതരെയും കള്ളനെന്നോ കുട്ടിക്കടത്തുകാരനെന്നോ മുദ്രകുത്തി തല്ലിക്കൊല്ലുന്ന അതേ വെറുപ്പിന്റെ രാഷ്ട്രീയം, അതേ മോഡൽ ഇതാ നമ്മുടെ തൊട്ടടുത്തും എത്തിയിരിക്കുന്നു. ആരായിരുന്നു രാമനാരായൺ? അയാൾ ഒരു ക്രിമിനൽ ആയിരുന്നില്ല, ഛത്തീസ്ഗഡിലെ പട്ടിണി പാവം. കഞ്ചിക്കോട് വഴിതെറ്റി അട്ടപ്പള്ളത്തെത്തിയപ്പോൾ അയാൾക്ക് വേണ്ടത് വെള്ളവും ഭക്ഷണവുമായിരുന്നു. നീ ബംഗാളിയാണോ ബംഗ്ലാദേശിയാണോ എന്ന ചോദ്യവുമായാണ് ആൾക്കൂട്ടം അയാളെ വളഞ്ഞത്. മനുഷ്യനെ മനുഷ്യനായി കാണാതെ ജാതിയും ദേശവും തിരയുന്ന ഈ വിഷം ആരാണ് മലയാളിയുടെ മനസ്സിൽ കുത്തിവെച്ചത്? ഉത്തരേന്ത്യൻ ആൾക്കൂട്ടങ്ങൾ ശീലിച്ച അതേ ക്രൂരതയോടെയാണ് മണിക്കൂറുകളോളം അവർ ആ മനുഷ്യനെ പീഡിപ്പിച്ചത്. അട്ടപ്പാടിയിലെ മധുവിനെ കൊന്നപ്പോഴും നമ്മൾ ഇതേപോലെ തലകുനിച്ചിരുന്നു. ഇപ്പോൾ ഇതാ രാമനാരായണനും. രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന അതേ ശൈലിയിൽ പാവപ്പെട്ട തൊഴിലാളികളെയും വേട്ടയാടുന്ന ഈ പ്രവണത ഭയപ്പെടുത്തുന്നതാണ്. ഉത്തരേന്ത്യയിൽ നിന്ന് വണ്ടി കയറി വരുന്ന ഈ വെറുപ്പിന്റെ വൈറസിനെ നമ്മൾ തടഞ്ഞില്ലെങ്കിൽ നാളെ ഈ കേരളം ഭ്രാന്താലയമായി മാറാൻ അധികം സമയം വേണ്ട. ഇനി ആ മൃതദേഹം ഛത്തീസ്ഗഡിലെ ആ കൊച്ചു വീട്ടിലെത്തുമ്പോൾ അച്ഛൻ കൊണ്ടുവരുന്ന മിഠായിയും കാത്തു നിൽക്കുന്ന ആ രണ്ട് കുഞ്ഞുങ്ങളോട് നമുക്ക് എന്തു പറയാൻ കഴിയും? നിങ്ങളുടെ അച്ഛൻ കള്ളനല്ലായിരുന്നു, വഴിതെറ്റിയതായിരുന്നു എന്ന് പറയാൻ നമുക്ക് ത്രാണി ഉണ്ടാകുമോ? ഇല്ല. ഈ പാപക്കറ അത്ര വേഗമായില്ല. ഓർക്കുക, നഷ്ടപ്പെട്ടത് ഒരു തൊഴിലാളിയെയല്ല, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. മാപ്പില്ല കേരളമേ, മാപ്പില്ല.